നടക്കുകയാണ്. എന്തായാലും നമ്മളിപ്പോൾ നെന്മാറ MLA കെ ബാബു ചേരുന്നുണ്ട്. പ്രതിയെ എപ്പോഴും നമുക്ക് പിടികൂടൽ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയല്ലേ? തീവ്രമായിട്ടാണ് നടക്കുന്നത്. പോലീസ് പിന്നെ 4 സ്ക്വാഡുകളായി ഈ 20 പേരുണ്ട്. അതിനേക്കാൾ ഉപരി ഈ നാട്ടിലെ ജനങ്ങൾക്കും അവൻ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങളും ഈ മലകൾ അതുപോലെ തന്നെ അവൻ പോകാനിടയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ അന്വേഷണം നടത്തുകയാണ്. ഡോഗ് സ്ക്വാഡ് വന്നു മണം പിടിപ്പിച്ച് പോയിട്ടുണ്ട്. അവൻ്റെ തറവാട് വരെ പോയിട്ടുണ്ടെന്നുള്ളതാണ് ആദ്യ റിപ്പോർട്ട്. അതിനുശേഷമാണ് അവൻ മാറിയിട്ടുള്ളത്. രണ്ടാമത്തെ ഡ്രോൺ ഉപയോഗിച്ചും കാടായതുകൊണ്ട് അതിനുള്ള ഏർപ്പാടും ഇവിടെ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ അവൻ പോയിരുന്നൊരു സ്ഥലമുണ്ട്, ആ മലയിലെ നടത്തിയിട്ട്. അവിടെ മാത്രമല്ല, അതിനപ്പുറം ടൗൺ കേന്ദ്രീകരിച്ച് ഇവൻ പോകാനിടയുള്ള എല്ലാ സ്ഥലങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അന്വേഷിക്കുന്നത്. അന്വേഷണം നന്നായിട്ട് നടക്കും. ഈ കുടുംബത്തിനൊരു പരാതി എന്ന് പറയുന്നത് ഇയാൾ ഇവിടെ വന്നതിന് ശേഷം ഇത്തരത്തിൽ ഭീഷണി മുഴക്കി നിരന്തരമായിട്ട് പരാതി പറഞ്ഞു, പക്ഷേ അതിൽ കൃത്യമായ നടപടി പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായില്ല എന്നൊരു പരാതി കുടുംബത്തിനുണ്ട്. അതിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട്, പോലീസ് എന്താണ് ചെയ്തിട്ടുള്ളതെന്ന്. പിന്നെ നാട്ടിലെ ആളുകൾ തന്നെ പറഞ്ഞു, അവന്റെ വീട്ടിലിരിക്കുമ്പോൾ അവൻ ഇറക്കി വിടാൻ പറയാൻ നമുക്കെന്താണ്? കോടതിയാണ് അവന് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് ആ കോടതി ജാമ്യം അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി അയാളുടെ വീട്ടിലിരിക്കുമ്പോൾ ഇവിടെ രാവിലെ എണീറ്റ് ഇതിലേ കുളിക്കാൻ പോവുക. അപ്പോൾ ആളുകളോട് അവൻ സംസാരിക്കാറുണ്ട്. ആളുകൾ എന്ന് പറഞ്ഞാൽ സ്ത്രീകളോടാണ്, അല്ലാതെ പിന്നെ ആണുങ്ങളായ ആളുകളോടൊന്നും അവൻ സംസാരിക്കാറില്ല. അവനിങ്ങനെ പോകും, എന്ത് ചെയ്യണം ഒന്നും പറഞ്ഞാൽ അവർ തലയാട്ടിയിട്ട് അവർ പോവുകയും ചെയ്യും. അല്ലാതെ അവൻ അതിനകത്ത് പോയി നോക്കിയാൽ അറിയാലോ, ഭക്തനാണ്, വലിയ വ്യക്തി തലക്കടിച്ചിട്ടുള്ള ഭ്രാന്താണ് ഇപ്പം ഇത് കാണിക്കുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും പ്രഥമം. അവൻ്റെ ഒരു ബ്രദർ അല്ല ഒരു സഹോദരൻ എന്തോ മാനസികമായ ഇതാണ് ഇവൻ്റെ അവിടെ അല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അതുണ്ട് അവന്. അപ്പോൾ പോലീസ് അപ്പോൾ ഇയാളെ വിളിച്ച് താക്കീത് നൽകിയിട്ടുണ്ട്, നന്നായിട്ട് നൽകിയിട്ടുണ്ട്.